കൈലാസ് വേലിലേക്ക് സ്വാഗതം. നമുക്കൊരു പച്ച കൊഞ്ച് തീയൽ വെച്ചാലും 1/2 കിലോ ഉണ്ട്. ഒരു മുറി തേങ്ങയും എരിയില്ലാത്ത 1/2 സ്പൂണ് മുളകും 1/2 സ്പൂണ് എരിയുള്ള മുളകും ഒരു ശകലം മല്ലിയും കൂടെ തേങ്ങ വറുത്തരച്ച് ഒരു മുറി തേങ്ങ തിരുമ്മി വറുത്ത് അതിൻ്റെ കൂടെ 1/2 സ്പൂണ് എരിയുള്ള മുളകും എരിയില്ലാത്ത മുളകും ഒരു ശകലം മല്ലിയും കൂടെ വറുത്ത് അരച്ച് ആ അരപ്പായത് അത് നമുക്കിടാം. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇച്ചിരി ഉലുവാപ്പൊടി, ഒരു ശകലം പെനട്ടും പുളി, മീൻപുളി, പിന്നെ കരിയാപ്പില, പിന്നെ തേങ്ങയും ചെറുള്ളിയും പിന്നെ ചെറിയ ഒരു സവാളയും കൂടെ ഇട്ടു. പിന്നെ ഒരു പച്ചമുളക്, നമ്മുടെ മുറ്റത്തെ പച്ചമുളകും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ഇത്രയും കൂടെ വെളിച്ചെണ്ണയ്ക്കകത്ത് വഴറ്റിയത്. ഇത് നമുക്കിതിനകത്ത് ഇടാം. തീയൽ വെക്കാൻ കൊഞ്ച് തീയൽ എൻ്റെ രീതിയിൽ, വേറെ രീതിയിലുണ്ടോ എനിക്കറിയത്തില്ല, നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടേ. കറിച്ചട്ടിക്കകത്ത് വെച്ചാൽ അത്രയും നല്ലത്. അടപ്പയെ വെച്ച് പറ്റിച്ച് നമ്മളെടുക്കണം. ഇത് നമ്മൾ ഗ്യാസേ വെക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരിച്ചിരി ഒരു പിഞ്ച് ഇത്രയും ഉലുവ, മീൻ്റെ കൂട്ടമുള്ളതല്ലേ അത്, അപ്പോൾ ഇരിക്കട്ടെ. പിന്നെ ഇത്രയും പുളി, ഇത് കഴുകി വൃത്തിയാക്കി, ഇത് മതി, നല്ല പുളിയുള്ളതാണ്, അതൊരിടാം. പിന്നെ ഒരു ശകലം മഞ്ഞൾ, അത് ഞാൻ ഉണങ്ങി പൊടിച്ച് അരയില വെച്ച് അതും ഒരിച്ചിരി ഇരിക്കട്ടെ, വിഷമൊക്കെ കാണുമെന്ന് കണ്ടു. പിന്നെ നമ്മുടെ ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ആ അരച്ച മിക്സിക്കകത്തോട്ട് വെള്ളം ഒഴിക്കാം. നമ്മുടെ ഫ്രഷ് കരിയാപ്പില, അത് പിന്നെ നമുക്ക് കുറച്ച് ഇപ്പോൾ ഇടാം, പിന്നെ കടുക് വറക്കുമ്പോൾ ഇടാം. ഇത് നമ്മുടെ ഫ്രഷ് കരിയാപ്പിലയൊക്കെ അങ്ങോട്ട് ഇട്ട് വെന്ത്, വലിയ വെള്ളമൊന്നും വേണ്ട, ഇച്ചിരി കുറുകി ഇരുന്നാൽ മതി. വലിയ വേവൊന്നും കൊഞ്ചിനില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ തേങ്ങാക്കൊത്തും ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പെനട്ടും പുളിയും, ഇച്ചിരി ഉലുവായും മഞ്ഞളും എല്ലാം ഇട്ട് നല്ല അടിപൊളി ഒരു ഉച്ചയ്ക്ക് ചോറിനുള്ള ഒരു തീയൽ, പച്ച കൊഞ്ച് തീയൽ. നിങ്ങളും ഇതുപോലെ വെക്കണം. വെച്ച് ഇതിനകത്ത് നിങ്ങൾ ചേർക്കുന്ന എന്തെങ്കിലും ഉണ്ട് എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ പഴയ രീതിയിൽ ഇങ്ങനെ വെക്കുക. അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ കൊച്ചു പെൺപിള്ളേരൊക്കെ ഇത് കണ്ട് പഠിക്കുക. ഈ കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കേ.